എല്ലാവർക്കും സ്പൈസ് ട്രഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സോയ കീമയുടെ റെസിപ്പിയാണ്. ഇത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മൾ സാധാരണ നോൺ വെജിന്റെ കീമ എല്ലാം കഴിച്ചിട്ടുണ്ടാവും, ചിക്കന്റെയും മട്ടന്റെയും എല്ലാം. പക്ഷെ വെജിറ്റേറിയൻ ആയിട്ട് ഫുള്ളി വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു കീമ അധികമാരും കഴിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ വീഡിയോ വെജിറ്റേറിയൻസിന് ഒരുപാട് ഇഷ്ടപ്പെടും, നോൺ വെജിറ്റേറിയൻസിനും ഇഷ്ടപ്പെടും, അങ്ങനെയല്ല. പക്ഷെ നമുക്ക് എന്തിന്റെ കൂടെ വേണം കഴിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സ് കമന്റ്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനിവിടെ 1.5 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള സോയ ചങ്ക്സ് ആണിത്. ഞാൻ വാങ്ങിയത് ഈ ന്യൂട്രലയുടെ സോയ ചങ്ക്സ് ആണ്. ഈ പാക്കറ്റാണ് ഞാൻ വാങ്ങിയത്. ഇതിൽ നിന്ന് 1.5 കപ്പാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ചൂടുവെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. സോയ ചങ്ക്സ് ഇട്ട ഉടൻ തന്നെ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഒരുപാട് നേരം ഇതിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ ടെക്സ്ചർ ശരിയായിട്ട് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇട്ട ഉടനെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെ തന്നെ ഇത് വെള്ളത്തിലിട്ട് ഒരു 20 മിനിറ്റെങ്കിലും വെക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ സോക്ക് ചെയ്തെടുത്ത സോയാബീൻ. ഇത് നല്ല ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ഓരോരോ ബാച്ചായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകരുത്. അപ്പം ഞാനിത് അരച്ചിട്ട് വരാം. നോക്കൂ, ഞാൻ ഫുൾ എടുത്തു വെച്ചിരുന്ന അത്രയും സോയാബീൻ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും അരഞ്ഞാൽ മതി, കൂടുതൽ അരക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം, ഒരുപാട് അരച്ച് കളയരുത്. ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് തയ്യാറാക്കാനായിട്ടുള്ള ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടായി. അതിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. ജീരകം ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്, ഇത് 3 ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം മാറിയതിനു ശേഷം ഇതിലേക്ക് 2 സവോള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് തക്കാളിയാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനൊരു മീഡിയം സൈസ് തക്കാളിയാണ് ഇവിടെ എടുത്ത് വെച്ചിരുന്നത്. ഇതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ടൊമാറ്റോ നന്നായി വെന്ത് ഉടഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ നന്നായി വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ ഗരം മസാല. നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ യൂസ് ചെയ്യാവുന്നതാണ്.
ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാലകളും ഉള്ളിയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലകളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കപ്പ് ഗ്രീൻ പീസാണ് എടുത്ത് വെച്ചിരുന്നത്. ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗ്രീൻ പീസ് ആഡ് ചെയ്തിട്ട് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉടൻ തന്നെ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരുന്ന സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മസാലകളുമായി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗ്രീൻ പീസ് ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗ്രീൻ പീസും സോയാബീനും മസാലകളും എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല കളർഫുൾ ആയിട്ടില്ലേ? ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതാണ് ചൂടുവെള്ളം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഒരു കപ്പോളം ചൂടുവെള്ളം വേണ്ടി വരും. കാരണം ഞാൻ എടുത്തിരിക്കുന്ന സോയാബീൻ്റെ എമൗണ്ട് ഇത്ര ഉള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ എമൗണ്ട് അനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസി ആവണം. കുറച്ചുകൂടി ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഇത് എല്ലായിടത്തും സോക്കാവണം. എന്നാലേ ആ കീമയുടെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുള്ളൂ. നല്ല മോയിസ്റ്റ് ആയിട്ട് നല്ല തരിതരി പോലെ ആയിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. അതിനായിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വേവിക്കാം. ഇത് കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതിൻ്റെ കളർ ഇത്തിരി ഡാർക്ക് ആകുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയും കുറച്ചുകൂടെ നന്നായിട്ട് വറ്റി വരാനുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഒരു 8 തൊട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല ജ്യൂസി കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് അടുത്തേക്കാട്ടി ഇച്ചിരി ഡാർക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള സോയ കീമ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല രസമില്ലേ? നല്ല കളർഫുൾ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കീമയെക്കാട്ടിയും ടേസ്റ്റ് ആണ് ഇതിന്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ഡിഷാണ്.
നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്സ് കമൻസിൽ അറിയിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. Thank you so much for watching my video.